അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോവാണ്. നമ്മുടെ ഒരു LDCക്കുള്ള സിമ്പിൾ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ആ ദിവസം പഠിച്ച് മാത്രം റിവിഷൻ ചെയ്താൽ ഇന്നത്തെ കഴിഞ്ഞു എന്നുള്ളതല്ല, ഇതൊരു ചലഞ്ചായി നിങ്ങൾ ഏറ്റെടുക്കുക. സയൻസും സോഷ്യൽ സയൻസും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ. നമ്മൾ സയൻസും സോഷ്യൽ സയൻസും കവർ ചെയ്യാൻ പോകുന്നത് സ്കൂൾ പാഠപുസ്തകത്തിലൂടെയാണ്. കൂടാതെ LDC പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴും തയ്യാറെടുക്കാൻ കഴിയാത്ത, പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ദിവസം എന്ത് പഠിക്കണം, എങ്ങനെയാണ് റിവിഷൻ നടത്തേണ്ടത്, ഒരാഴ്ചത്തെ പഠന രീതി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഒരു ദിവസം എത്ര മണിക്കൂർ ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങണം തുടങ്ങിയവയെല്ലാം ഞാൻ ഈ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോലിക്ക് പോയി പഠിക്കുന്ന ആളുകളാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും നിങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റഡി പ്ലാനാണ്. ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മടുപ്പും കാര്യങ്ങളൊക്കെ മാറി നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചു വന്ന് റിവിഷൻ ചെയ്ത് മറവി എന്ന് പറയുന്ന സാധനത്തെ കുറച്ചൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ഉഷാറായിട്ട് വരും. തുടർന്ന് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഒരു ദിവസത്തെ അത്യാവശ്യം 4 മണിക്കൂറിൽ നിന്ന് 6-7 മണിക്കൂറായിട്ട് നിങ്ങൾ പഠനത്തെ മാറ്റുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യും. ഇതുവരെ മടിച്ചിരിക്കുന്ന എല്ലാ പിടികൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇത് ഞാൻ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരാഴ്ചത്തെ സ്റ്റഡി പ്ലാനാണ് തരുന്നത്. ബാക്കി നിങ്ങൾ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ സ്റ്റഡി പ്ലാനും നിർദ്ദേശങ്ങളും അടങ്ങുന്ന PDF നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, വീഡിയോയുടെ താഴെ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ എൻട്രിയുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയൊക്കെ തന്നെ നമ്മൾ മിഷൻ LDC എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് തുടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂൾ ടെക്സ്റ്റ് SCERTയുടെയും കറണ്ട് അഫേഴ്സും കൃത്യമായിട്ട് ചാപ്റ്റർ തീർത്ത് പോകുന്ന ഒരു സീരീസ് ആയിരുന്നു. അതിപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ട് കമ്മ്യൂണിറ്റി തരുന്നുണ്ട്, PDF തരുന്നുണ്ട്, വീഡിയോയുടെ ലിങ്ക് തരുന്നുണ്ട് എൻട്രി ആപ്പിൽ, അതുപോലെ എക്സാം ലിങ്കും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താം കേട്ടോ. കാരണം സ്കൂൾ ടെക്സ്റ്റ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ തന്നിട്ട് അതിൻ്റെ എക്സാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ പഠിക്കാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും താഴെ ഇട്ടിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പും ഉണ്ട്, ടെലഗ്രാമും ഉണ്ട്. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോവാണ്. നമ്മുടെ ഒരു LDCക്കുള്ള സിമ്പിൾ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ നിങ്ങളോട് കുറച്ച് നിർദ്ദേശങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യം തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ സ്റ്റഡി പ്ലാനാണ്. 7 ദിവസം, നമുക്ക് തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ദിവസമുണ്ട്. ഈ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസത്തിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ പോകുന്നത് 4 ദിവസം നമുക്ക് സ്റ്റഡി ഡേ ആണ്. അതായത് പഠിത്തം മാത്രമാണ് 4 ദിവസം. 2 ദിവസം നമുക്ക് റിവിഷനാണ്. അത് ഇടവിട്ട് 2 ദിവസം നമുക്ക് റിവിഷനാണ്. ഞായറാഴ്ച ദിവസം നമുക്ക് വീക്കെൻഡ് റിവിഷനാണ്. ഇതാണ് നമ്മുടെ പ്ലാൻ. 7 ദിവസത്തിൽ 4 ദിവസം നമ്മൾ നന്നായിട്ട് പഠിത്തത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. 2 ദിവസം റിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റിവിഷൻ വരുന്നു. ലാസ്റ്റ് 7 ദിവസം നമ്മുടെ ഞായറാഴ്ച വീക്കെൻഡ് റിവിഷൻ വരുന്നു. ഇതാണ് സ്റ്റഡി പ്ലാൻ. ഇനി ഒരു ദിവസം കുറഞ്ഞത് 4 മുതൽ 5 മണിക്കൂർ വരെ പഠനത്തിനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സമയം പോലെ നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം അവിടെ മാറ്റി. ചിലപ്പോൾ 6 മണിക്കൂർ പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയുമായിരിക്കും, ചിലപ്പോൾ 3 മണിക്കൂറേ പറ്റുള്ളായിരിക്കും. അപ്പോൾ ഞാൻ കുറഞ്ഞത് ഒരു 4 മണിക്കൂർ ടു 5 മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ പഠിക്കാൻ മാറ്റി വെക്കുക. ഇത് തുടർച്ചയായി പഠിക്കണമെന്നല്ല. നിങ്ങളിപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക, 4 മണിക്ക് എഴുന്നേൽക്കുക. ഇപ്പോൾ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു 4 മണിക്ക് എഴുന്നേൽക്കുക. കാരണം കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുണ്ട്. ഇതൊരു ചലഞ്ചായി നിങ്ങൾ ഏറ്റെടുക്കുക. സാറേ ഞാനിത് ഒരാഴ്ച കൃത്യമായി ചെയ്യും എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അങ്ങനെയുള്ള ഉറപ്പുള്ളവർ ഞാനിത് ഒരാഴ്ച സാറെ കൃത്യമായിട്ടൊന്ന് തുടർന്ന് നോക്കട്ടെ, എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സാർ ഞാനിത് ചെയ്യും, എൻ്റെ പഠനം ഞാൻ മാറ്റിവെക്കും, എനിക്കൊരു ജോലി വേണം എന്ന് ആ ഒരു ആവേശത്തോടെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. അപ്പം നമ്മൾ വൈകുന്നേരമോ രാവിലെ ആയിട്ട് നിങ്ങളുടെ മണിക്കൂറിനെ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾ മാറ്റിക്കൊണ്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാകുക. ഒരുമിച്ച് 4 മണിക്കൂർ 5 മണിക്കൂർ പഠിക്കാനല്ല പറയുന്നത്. ഒരു ദിവസം നിങ്ങൾ പല സമയത്തായിട്ട് ഈ ഒരു മണിക്കൂർ കണ്ടെത്തിയാൽ മതി. ഇനി അടുത്തത് സ്കൂൾ പാഠപുസ്തകത്തിലൂടെ സയൻസും സോഷ്യൽ സയൻസും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും വാരി വലിച്ച് പഠിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. കാരണം ഇത്രയും വളരെ കുറഞ്ഞ സമയം നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി 5 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും പോയി പഠിക്കാനുള്ള ടൈമില്ല. സോ അതുകൊണ്ട് നമ്മൾ സയൻസും സോഷ്യൽ സയൻസും കവർ ചെയ്യാൻ പോകുന്നത് സ്കൂൾ പാഠപുസ്തകത്തിലൂടെയാണ്. ഓക്കെ, വേറെ ഒന്നിലേക്കും പോകുന്നില്ല. ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് SCERT, കറണ്ട് അഫേഴ്സ്, വൊക്കാബുലറി, ഇവ എല്ലാ ദിവസവും നമ്മൾ പഠിക്കാനെടുക്കുക. നമുക്കറിയാം ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി നമുക്കൊരിക്കലും ഒരു ദിവസം ഒരു 100 വെച്ച് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഒരു 10 വീതം അല്ലേ, വളരെ കുറച്ച് 5 ഇംഗ്ലീഷ് 5 മലയാളം പോരെ. അങ്ങനെ 10 ദിവസം പഠിച്ചാൽ എത്ര എണ്ണമായി? 50 വൊക്കാബുലറിയും പഠിക്കും മലയാളം, 50 ഇംഗ്ലീഷ് വൊക്കാബുലറിയും പഠിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെറുതായി തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ ആദ്യം തന്നെ വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പ് അനുഭവപ്പെടും, നിങ്ങൾക്ക് മറവി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പഠനത്തിൽ പിന്നോട്ടടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ SCERT, കറണ്ട് അഫേഴ്സ്, വൊക്കാബുലറി ഇവ എല്ലാ ദിവസവും നമ്മൾ പഠിക്കാനെടുക്കും. അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ എന്താവണം, നിങ്ങളൊരു ചോദ്യകർത്താവാകാൻ ശ്രമിക്കുക.
ഈ പാഠപുസ്തകം ഇങ്ങനെയൊക്കെ ചോദ്യം വരാം, അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ ഉത്തരം എഴുതണം. അപ്പോൾ നിങ്ങൾ പാഠപുസ്തകം അതാ ദിവസം ഓരോ ചാപ്റ്റർ വായിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായൊരു ചോദ്യകർത്താവുക, നിങ്ങൾ അതിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ PSC ഇനി PSCയുടെ ചോദ്യകർത്താവ് ആ പാഠപുസ്തകത്തിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അവിടെ ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുമല്ലോ. ഇനി കഴിഞ്ഞില്ല, കണക്ക്, ഇംഗ്ലീഷ്, മലയാളം ഇവ നമ്മൾ ഇടവിട്ട ദിവസങ്ങളിൽ മാറി മാറി പഠിക്കും. എല്ലാ ദിവസവും കണക്ക് കൊണ്ടുപോകുന്നില്ല, കണക്ക് പഠിക്കുന്നു, അടുത്ത ദിവസം ഇംഗ്ലീഷ് പഠിക്കുന്നു, അങ്ങനെയാണ് നമ്മൾ മാറി മാറിയാണ് കണക്കും ഇംഗ്ലീഷും മലയാളം കൊണ്ടുപോകുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് മലയാളം ഉൾപ്പെടുത്തിക്കോ, കണക്ക് ഉൾപ്പെടുത്തിക്കോ. പക്ഷെ നമ്മൾ തുടക്കത്തിൽ ഒരു മടുപ്പ് നമുക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ കണക്ക് ആദ്യം ഒരു ദിവസം പഠിക്കുന്നു, അടുത്ത ദിവസം ഇംഗ്ലീഷ് പഠിക്കുന്നു, അങ്ങനെ മാറി മാറിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വെല്ലുവിളിയായി തോന്നുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം അനുവദിക്കുക. ചിലർക്ക് കണക്കായിരിക്കും പ്രശ്നം, ചിലർക്ക് സയൻസ് ആയിരിക്കും പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയമാണോ വെല്ലുവിളിയായി തോന്നുന്നത് അവനെ മെരുക്കിയെടുക്കാൻ നിങ്ങൾ കൂടുതൽ സമയം അനുവദിക്കുക. അതുപോലെ തന്നെ വീക്ക് ഏരിയാസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കൂടി നിങ്ങൾ റിവിഷൻ ദിവസം മാറ്റിവെക്കുക. നമ്മൾ റിവിഷൻ ഡേ തന്നിരിക്കുന്നത് റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റാതെ പോയാൽ നമ്മൾ കുഴപ്പിച്ച ഒരു വിഷയം ഉണ്ടാവും, ആ വിഷയത്തിന് കൂടുതൽ സമയം അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ ഡേ വെച്ചേക്കുന്നത്. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ആ ദിവസം പഠിച്ച് മാത്രം റിവിഷൻ ചെയ്താൽ ഇന്നത്തെ കഴിഞ്ഞു എന്നുള്ളതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടിച്ചതിനെ കുറച്ചും കൂടി നമ്മൾ ഉത്സാഹത്തോടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ ഡേ മാറ്റി വെക്കുന്നത്. അതുപോലെ തന്നെ മാനസിക ക്ഷീണം ഒഴിവാക്കാനുള്ള ഇടവേളകൾ നിങ്ങൾ എടുക്കണം. പഠനത്തിനിടയിൽ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കരുത്. പഠനത്തിനിടയിൽ നിങ്ങൾ ഉത്സാഹം ഉണ്ടാകുന്ന, നിങ്ങൾക്ക് സന്തോഷം തരുന്ന പ്രക്രിയകളിലേക്ക്, നിങ്ങൾ ഏർപ്പാടിലേക്ക് നിങ്ങൾ പോകണം. അപ്പോൾ അത്തരത്തിൽ ഇടവേളകൾ നിങ്ങൾ വേണം. മാനസിക ക്ഷീണം നമ്മൾ ഒഴിവാക്കണം. അത് നമുക്കറിയാലോ, മാനസികമായും ശാരീരികമായും നമ്മൾ വെൽ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഉഷാറായിട്ട് അല്ലെങ്കിൽ നമുക്ക് തുറന്ന മനസ്സോടുകൂടി നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ, നല്ലൊരു അന്തരീക്ഷത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മാനസിക ക്ഷീണം ഒഴിവാക്കാൻ ഇടവേളകൾ എടുക്കുക. അടുത്തത്, നിങ്ങളുടെ മുൻഗണനകളും പഠനശീലങ്ങളും അടിസ്ഥാനമാക്കി ഷെഡ്യൂൾ കൊണ്ടുപോവുക. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഒരു വീട്ടിലൊരു അല്ലെങ്കിൽ ഒരു അസുഖം വരുന്നു, പനി വരുന്നു, അപ്പോൾ നിങ്ങളുടെ പഠനമിടയ്ക്ക് മുടങ്ങിപ്പോവും. അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് മാറുന്ന ദിവസം തുടരാൻ ശ്രമിക്കുക. അല്ലാതെ അത് മടുത്ത് പോകരുത്, മടുപ്പിച്ച് കളയരുത്. അതുപോലെ ഒരു ഷെഡ്യൂൾ ഇപ്പോൾ ഇന്ന് മുടങ്ങിപ്പോയി, മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇന്നത്തെ പഠനം മുടങ്ങിപ്പോയി, എന്ത് ചെയ്യുക? റിവിഷൻ ഡേയിൽ അതിനെ മേക്കപ്പ് ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് റിവിഷൻ ഡേ 2 ദിവസം തരുന്നുണ്ട്, വീക്കെൻഡ് റിവിഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ദിവസം കൂടി കൂടുതൽ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഭാഗത്തെ പെട്ടെന്ന് അതിനോട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓക്കെയാണ്. ഇനി അടുത്തത് 2024, 23, 22 ഈ 3 വർഷക്കാലയളവിൽ നടന്ന 10ാം ക്ലാസ് +2 നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്റ്റഡി പ്ലാനിലുണ്ട്. ഓക്കെയാണ് കൂട്ടുകാരെ? കഴിഞ്ഞില്ല. അടുത്തത്, കഴിയുന്നത്ര മാതൃകാ പരീക്ഷകൾ നിങ്ങൾ പരിശീലിക്കണം. എൻട്രി ആപ്പിൽ എന്തോരം പരീക്ഷകളാ! ചൊവ്വ, വ്യാഴം, ശനി ആഴ്ചയിൽ 3 ദിവസം മാതൃകാ പരീക്ഷ LDCയുടെ മാത്രം എൻട്രി ആപ്പിൽ നടക്കുന്നുണ്ട്. സമയം 2 മണി മുതൽ 12 മണി വരെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കയറി അറ്റൻഡ് ചെയ്യാം. ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാതൃകാ പരീക്ഷയിൽ പരിശീലിക്കുക. അടുത്തത്, പഠനത്തിൽ സ്ഥിരത പുലർത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആർക്കും സാധിക്കാത്തൊരു കാര്യം ഇതാണ്. 2 ദിവസം പഠിച്ചാൽ അടുത്ത ദിവസം കഴിഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു തുടർച്ച ഉണ്ടാവില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പഠനത്തിൽ സ്ഥിരത പുലർത്തുക. ഇന്ന് പഠിച്ചാൽ നാളെയും പഠിക്കുക. ഞാനത് പറഞ്ഞു, ഒരു ചലഞ്ചായി ഏറ്റെടുക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിൽ മുടക്കമുണ്ടാവില്ല എന്ന രീതിയിലൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ചത്തെ ചലഞ്ചാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ ഒരാഴ്ച കൃത്യമായിട്ടൊന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയേ, തീർച്ചയായിട്ടും നിങ്ങൾ ട്രാക്കിലേക്ക് വരും, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യുക, സ്ഥിരത പുലർത്തുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളോട് നീതി പുലർത്തുക. നിങ്ങളാണ് നിങ്ങളോട് നീതി പുലർത്തേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മടി തോന്നുമ്പോൾ നിങ്ങൾ കണ്ണുകളൊന്ന് അടച്ചു വെക്കുക. ഒന്ന് കണ്ണടച്ചിട്ട് ആലോചിച്ച് നോക്കിയോ, ഒരു സർക്കാർ ഓഫീസിൽ ID കാർഡ് ഇട്ട് കഴുത്തിലിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നതൊന്നും ഭാവനയിൽ കൊണ്ടുവന്ന് നോക്കിയേ, മടിയൊക്കെ പമ്പ കടക്കും, നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാവും. ഓക്കെ. അടുത്തത്, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കാതെ, കഷ്ടപ്പെടാൻ തയ്യാറാവാതെ ഒന്നും നേടാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ കുറേ സുഖങ്ങളുണ്ട്. എഴുന്നേക്കുന്നത് 7 മണിക്കാണ്. ആ കംഫർട്ട് സോണിൽ നിന്ന് മാറണം. കാരണം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? 7 മണിക്ക് എഴുന്നേൽക്കുന്നത് 4 മണിക്കോ 5 മണിക്കോ ആക്കണം. അങ്ങനെ ബുദ്ധിമുട്ടാൻ തയ്യാറായാൽ മാത്രമേ നമുക്കൊരു ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇനി നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. 1ാം ദിവസം നമ്മൾ എന്ത് പഠിക്കണം? നമ്മൾ തിങ്കളാഴ്ച പഠിത്തം തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ തിങ്കളാഴ്ച Day 1 നിങ്ങളൊരു ഡയറി എടുക്കുക. ഡയറി എടുത്തിട്ട് നിങ്ങളത് എഴുതി വെക്കുക. നിങ്ങളുടെ 1ാം ദിവസം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് SCERT പാഠപുസ്തകമാണ്. ഞാൻ പറഞ്ഞ SCERT നമ്മൾ എല്ലാ ദിവസവും പഠിക്കും. അപ്പോൾ SCERTയിലെ കേരള ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കേരള ചരിത്രത്തിലെ 7ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം, നവകേരള സൃഷ്ടിക്കായി. നമ്മൾ നന്നായിട്ട് വായിക്കുക. അതിൽ കുറേ നവോത്ഥാന നായകരുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുള്ള
ചില എക്സ്ട്രാ ഫാക്ടർ നിങ്ങൾക്ക് എവിടെ കിട്ടും. ഇപ്പോൾ കിട്ടാൻ വല്ല പ്രശ്നം ഉണ്ടോട് എൻട്രി ആപ്പിൽ തന്നെ എന്തോരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അതുപോലെ എൻട്രിയുടെ യൂട്യൂബ് ചാനൽ എന്തോരം ക്ലാസ് കിടപ്പുണ്ട്. അല്ലാതെ തന്നെ യൂട്യൂബിൽ മറ്റ് അധ്യാപകരുടെയൊക്കെ ക്ലാസ്സുകൾ എന്തോരം യൂട്യൂബിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വായിക്കുക, അതിനോട് റിലേറ്റ് ചെയ്ത മറ്റ് ക്ലാസ്സുകൾ എന്തെങ്കിലും ഉണ്ടല്ലോ അത് കണ്ടിട്ട് എന്ത് ചെയ്യുക, ആ നോട്ട് നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക, ആ നോട്ടിലേക്ക് അത് എഴുതി വെക്കുക, പോയിന്റുകൾ എഴുതി വെക്കുക. അപ്പോൾ രണ്ടാമത്തെ അപ്പോൾ SCRT അത് വായിച്ചു കഴിഞ്ഞു, സെറ്റാണ്. അടുത്ത രണ്ടാമത് മാത്സ് പഠിക്കാൻ പോവാണ്. സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ ഒന്നാമത്തെ പാർട്ട്. നമ്മൾ സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ 2 ദിവസം പഠിക്കുന്നുണ്ട് തീർക്കാനായിട്ട്. അപ്പോൾ ഒന്നാം ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സോ യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ് ഉണ്ട്, എൻട്രി ആപ്പിൽ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മുടെ വിശാഖ് സാറിൻ്റെ ക്ലാസ് ഉണ്ട് സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ എന്ന് പറഞ്ഞിട്ട് സബ്ജക്ട് വൈസ് ക്ലാസ് എൻട്രി ആപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കയറി കാണുക. സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ 2-3 ക്ലാസ് എപ്പിസോഡുണ്ട്, മൊത്തം 6 എപ്പിസോഡ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ 3 എപ്പിസോഡ് ആദ്യ ദിവസം കണ്ടാൽ മതി. അപ്പോൾ 3 എപ്പിസോഡ് കാണുന്നു, എക്സാമ്പിൾ അറ്റൻഡ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അടുത്തത് ആനുകാലികം. ഈ ആനുകാലികത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ തന്നെ എൻട്രി 2023 മുഴുവൻ കറണ്ട് അഫയേഴ്സിൻ്റെ PDF ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇത് നമ്മുടെ അവൈലബിൾ ആണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ അവൈലബിൾ ആണ്. സോ അപ്പോൾ 2023 മുഴുവൻ കറണ്ട് അഫയേഴ്സിൻ്റെയും ഒരു ഏകദേശം 400-500 പേജ് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേജ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു 10 പേജ് അല്ലെങ്കിൽ 5 പേജ് വായിക്കുക. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ആനുകാലിക എഡിഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആനുകാലിക 2023-2022 ആനുകാലിക അതിൻ്റെ മാത്രം പുസ്തകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പേജ് വെച്ചായിട്ട് തരം തിരിച്ചിട്ട് ഇത്ര പേജ് 5 പേജ് ആനുകാലികം വായിച്ച് തീർക്കുക. അത് പിന്നീട് നമുക്ക് കൂട്ടാം, 5 എന്നുള്ള നമുക്ക് പിന്നീട് 10 ആക്കാം, 12 ആക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 പേജ് ഫസ്റ്റ് ഡേയിൽ ഒരു 5 പേജ് ആനുകാലികം വായിക്കുക, അല്ലെങ്കിൽ ഒരു 3 പേജ് വായിക്കുക. നിങ്ങളുടെ ത്രാണി എത്രയാണോ ആ രീതിയിൽ 3 പേജോ 5 പേജോ ആനുകാലികം വായിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അത് പഠിച്ചല്ലോ. അടുത്തത് ഇംഗ്ലീഷും മലയാളം വൊക്കാബുലറി. ഇംഗ്ലീഷിൻ്റെ 5 വൊക്കാബുലറി പഠിക്കുക, മലയാളത്തിൻ്റെ 5 വൊക്കാബുലറി പഠിക്കുക, 10 വൊക്കാബുലറി. കൂടുതലൊന്നും വേണ്ട, നമുക്ക് കൂട്ടാം. എപ്പോഴാണ് കൂട്ടണ്ടേ, നിങ്ങൾ ഈ ട്രാക്കിലേക്ക് വന്ന് നിങ്ങളുടെ മനസ്സ് ഇവിടുന്ന് പതറില്ല എന്ന് കണ്ടു നിങ്ങൾ കൂട്ടിക്കോ, ഒരു പ്രശ്നമില്ല. തുടക്കത്തിൽ നമ്മൾ എന്താ കൊടുക്കണ്ടേ, കുറച്ച് അവന് കൊടുക്കേണ്ടത് അല്ലേ, നമുക്ക് ദഹിക്കണ്ടേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറഞ്ഞ് പഠിക്കാം. അപ്പോൾ ആദ്യം 5 വൊക്കാബുലറി ഇംഗ്ലീഷ്, 5 വൊക്കാബുലറി മലയാളം. ഇതെന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കാം. എൻട്രി ആപ്പിൽ എല്ലാ ദിവസവും 5 ഇംഗ്ലീഷും 5 വൊക്കാബുലറി ഉണ്ട്. എൻട്രി ആപ്പിൻ്റെ ഹോം പേജിൽ തന്നെ വൊക്കാബുലറി, ഡെയിലി വൊക്കാബുലറി ഉണ്ട്, സ്കൂൾ ടെക്സ്റ്റ് വൊക്കാബുലറി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അടുത്തത് അപ്പോൾ 1-ാം ദിവസം കഴിഞ്ഞു, ഇത്രയും പഠിച്ചു. കേരളത്തെ SCRT വായിച്ചു, മാത്സ് പഠിച്ചു, ആനുകാലികം ഒരു 5 പേജ് വായിച്ചു അല്ലെങ്കിൽ 3 പേജ് വായിച്ചു, ഇംഗ്ലീഷ് മലയാളം 10 വൊക്കാബുലറി പഠിച്ചു. സെറ്റാണ്, 1-ാം ദിവസം കംപ്ലീറ്റ്. 2-ാം ദിവസം നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, സയൻസിലേക്ക് പോവുക. SCRT രസതന്ത്രം 6-ാം ക്ലാസ്സിലെ 9-ാമത്തെ പാഠം ചേർക്കാം പിരിക്കാം. ഏത് ടോപ്പിക്കാ, നമ്മുടെ സിലബസിലെ മാറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന അതിൽ വരുന്നതാണ് ചേർക്കാം പിരിക്കാം രസതന്ത്രം 6-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചാപ്റ്ററാണ്. ഇനി അടുത്തത് ഇംഗ്ലീഷ് ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ആർട്ടിക്കിളിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ആർട്ടിക്കിളിനെ നമുക്ക് 2 ദിവസമായിട്ട് തിരിക്കാം. അതിൽ 1-ാം ദിവസം നമ്മൾ ആർട്ടിക്കിളിൻ്റെ കുറച്ച് ഭാഗം പഠിക്കുന്നു. എൻട്രി ആപ്പിൽ രഞ്ജിത്ത് ആർക്കെ തരവ് സാറിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗം മാത്രം പഠിക്കാൻ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. അപ്പോൾ അവിടെ പോയിട്ട് ആ സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നു, പഠിക്കുന്നു, ആർട്ടിക്കിൾ പഠിച്ചു. ആനുകാലികം വീണ്ടും ഒരു 5 പേജ് വായിച്ചു. അതുപോലെ ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി 10 പഠിച്ചു. സെറ്റ്, 2-ാം ദിവസം പഠിച്ചു. അപ്പോൾ SCRT പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, ആനുകാലികം പഠിച്ചു, ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി പഠിച്ചു. 3-ാം ദിവസം എന്താ, അതായത് ബുധനാഴ്ച നമുക്ക് റിവിഷൻ ഡേ ആണ്. എന്താ റിവിഷൻ ചെയ്യേണ്ടേ, ഈ നമ്മൾ പഠിച്ച SCRT കേരള ചരിത്രം, SCRT രസതന്ത്രം, അതുപോലെ തന്നെ മാത്സ് സംഖ്യയുടെ അടിസ്ഥാന ക്രിയകൾ, ഇംഗ്ലീഷ് ആർട്ടിക്കിള്, ആനുകാലികം 10 പേജ്, 2 ദിവസം പഠിച്ച 10 പേജ്, ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി പഠിച്ച 20 എണ്ണം. ഇത്രയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, റിവിഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വിഷയം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ സംഖ്യയുടെ അടിസ്ഥാന ക്രിയകൾ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിൽ അത് ഈ റിവിഷൻ ഡേയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇംഗ്ലീഷ് ആർട്ടിക്കിൾ കുറച്ചുകൂടെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, അതിന് ഈ റിവിഷൻ ഡേ ഉപയോഗിക്കുക. ഓക്കെയാണ്, അവിടെ സബ്ജക്ട് വൈസ് റിവിഷൻ നടത്തുക, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ എവിടെ കിട്ടുമോ അവിടെയൊക്കെ പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞു. ഇനി അടുത്തത് വ്യാഴാഴ്ച 4-ാം ദിവസം നമ്മൾ ആദ്യം പഠിക്കുന്നത് SCRT ഭൂമിശാസ്ത്രമാണ്. അവിടെ നമ്മൾ STD 5-ാം ക്ലാസ്സിലെ 10-ാമത്തെ ചാപ്റ്ററും 11-ാമത്തെ ചാപ്റ്ററും പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ചാപ്റ്ററുകൾ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് STD 5-ാം ക്ലാസ്സിലെ കേരളക്കരയിൽ എന്ന് പറയുന്ന കേരള ജോഗ്രഫി പറയുന്ന ചാപ്റ്ററും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ജോഗ്രഫി പറയുന്ന 2 ചാപ്റ്ററോടെ പഠിക്കാൻ ശ്രമിക്കുക. വായിക്കുന്നു, പഠിക്കുന്നു, അതിൻ്റെ റിലേറ്റ് ചെയ്ത് കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലും ഒപ്പിക്കാൻ പറ്റില്ല, അതുകൂടെ നോട്ടോടെ എഴുതി ചേർത്താൽ സെറ്റ്. ഇനി അടുത്തത് മാത്സ് സംഖ്യയുടെ അടിസ്ഥാന ക്രിയകൾ 2-ാം ദിവസം. അടുത്ത ആനുകാലികം വീണ്ടും ഒരു 5 പേജ് തന്നെ പോട്ടെ. അടുത്തത് ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി 10 പോട്ടെ. കഴിഞ്ഞു, നമ്മുടെ വ്യാഴാഴ്ച ദിവസം കഴിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച ദിവസം നമ്മുടെ SCRT ബയോളജി 5-ാം ക്ലാസ്സിലെ 7-ാമത്തെ പാഠം അറിവിന്റെ ജാലകങ്ങൾ. എന്താ, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് അറിവിന്റെ ജാലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വായിച്ച് നന്നായിട്ട് വായിച്ച് പഠിച്ചു, പോയിന്റുകളൊക്കെ നമ്മൾ എഴുതി വെച്ചു. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷ് ആർട്ടിക്കിൾ 2 പ്ലസ്
മലയാളത്തിൻ്റെ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ നിങ്ങൾ മലയാളം പഠിച്ചു. മലയാളത്തിന് എന്തെങ്കിലും ഇപ്പോൾ ഗ്രാമർ പാർട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു പാർട്ട് പിരിച്ചെടുത്തു അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെയുള്ള ഒരു ടോപ്പിക് എന്ത് ചെയ്യാം, മലയാളത്തിന് പഠിക്കാം. ശ്രീനിധി സാറിൻ്റെ ക്ലാസ് കറക്റ്റ് ഓർഡറിൽ കിടപ്പുണ്ട്, അവിടെ പോയി പഠിച്ചാൽ മതി. അടുത്ത ആനുകാലികം വീണ്ടും 5 പേജ് കഴിഞ്ഞു. ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി 10 എണ്ണം. അപ്പോൾ നമ്മുടെ വെള്ളിയാഴ്ച കഴിഞ്ഞു. ഇനി ശനിയാഴ്ച എന്താ, നമ്മൾ നേരത്തെ പോലെ വീണ്ടും റിവിഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തിങ്കളാഴ്ച പഠിച്ചു, ചൊവ്വാഴ്ച പഠിച്ചു, ബുധനാഴ്ച റിവിഷൻ. വീണ്ടും നമ്മൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പഠിച്ചു, ശനിയാഴ്ച റിവിഷൻ. ഞായറാഴ്ച എന്താ, ഞായറാഴ്ച 7-ാം ദിവസം വീക്കെൻഡ് റിവിഷനാണ്. അതായത് ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ പഠിച്ച SCERTയുടെ കേരള ചരിത്രം, ഭൂമിശാസ്ത്രം, അതുപോലെ കെമിസ്ട്രി, ബയോളജി ഇത്രയും നമ്മൾ റിവിഷൻ നടത്താൻ വേണ്ടി പോവാണ്. ഒപ്പം തന്നെ നമ്മൾ ബാക്കിയെല്ലാം ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി നമ്മൾ റിവിഷൻ നടത്തുന്നു. മൊത്തം എത്ര വൊക്കാബുലറി ഉണ്ട്? അപ്പോൾ 40 വൊക്കാബുലറി ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് നമ്മൾ മൊത്തം ഇപ്പോൾ ഇത്ര പേജ് വായിച്ചു കഴിഞ്ഞു, 20 പേജ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സ് നമ്മൾ പഠിച്ചു, ഇംഗ്ലീഷ് ആർട്ടിക്കിളും കഴിഞ്ഞു, സംഖ്യയുടെ അടിസ്ഥാന ക്രിയകളും കഴിഞ്ഞു. നമ്മൾ എല്ലാം റിവിഷൻ ചെയ്തു. റിവിഷൻ മാത്രം പോരാ, ഈ റിവിഷൻ നടത്തുക, സബ്ജക്റ്റ് വൈസ് റിവിഷൻ നടത്തുക, എൻട്രിയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ LDC ഈ കഴിഞ്ഞ പരീക്ഷയോ മുമ്പത്തെ പരീക്ഷ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത്രയും കാര്യങ്ങൾ, പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരാഴ്ച കംപ്ലീറ്റ് ആണ്. അവിടെ നിങ്ങളൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു ഡയറിക്കകത്ത് ഒരു കോളം വരയ്ക്കുക. ഓക്കെ, ഒരു കോളം വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഒന്ന് ഇവിടെ നമ്മുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ എഴുതി വെക്കുക. ഇപ്പോൾ 2023 അല്ലെങ്കിൽ LDC പരീക്ഷ അല്ലെങ്കിൽ 2019 LDC ക്വസ്റ്റ്യൻ പേപ്പർ, അവിടെ നമ്മൾ അറ്റംപ്റ്റ് 1, അറ്റംപ്റ്റ് 2, അറ്റംപ്റ്റ് 3 കൊടുക്കുക. ഒന്നെങ്കിൽ ഇവിടെ 4, 5 അറ്റംപ്റ്റ്, നിങ്ങൾക്ക് എത്ര അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ അറ്റംപ്റ്റ് ഇവിടെ 2, 3, 4 അല്ലെങ്കിൽ ഇവിടെ 3 എണ്ണം വരെ മതി. ഓക്കെ, 3 എണ്ണം വരെ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യത്തെ പരീക്ഷ എഴുതി, ക്വസ്റ്റ്യൻ പേപ്പർ 2019 LDC പരീക്ഷ എഴുതി, എനിക്ക് ആദ്യം കിട്ടിയ മാർക്ക് 20 മാർക്കാണ്. ഇവിടെ എഴുതി വെക്കുക. കുറേ നാൾക്ക് ശേഷം നിങ്ങൾ ഈ പഠിച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ആ പരീക്ഷ വീണ്ടും വന്ന് എഴുതുക. അപ്പോൾ എത്ര മാർക്ക് കിട്ടി? 40 മാർക്ക് കിട്ടി. ഓക്കെ, നിങ്ങൾ വീണ്ടും കുറച്ച് നന്നായിട്ട് പഠിച്ച് കുറച്ചുകൂടി ഉഷാറായി കഴിയുമ്പോൾ ഈ പരീക്ഷ ഒന്നുകൂടെ എഴുതുക. അപ്പോൾ എത്ര മാർക്ക് കിട്ടി? നിങ്ങൾക്ക് ഒരു 60 മാർക്ക് കിട്ടി. ഇങ്ങനെ നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഈ പരീക്ഷയിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഞാൻ എൻ്റെ തുടങ്ങിയപ്പോൾ എൻ്റെ പഠന രീതി എവിടെയായിരുന്നു, ഇപ്പം ഞാൻ അത്യാവശ്യം കയറി വന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എൻ്റെ ഇടയിൽ കൂടെ ഒരു സ്റ്റഡി പ്ലാൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, സാറേ ഇങ്ങനെ പോയാൽ തീരുവോ? ഇങ്ങനെ പോയാലും നമുക്ക് തീർക്കാൻ കഴിയും. ഞാനിത് കൊണ്ടുവന്നത് ഒരു തുടക്കം എന്ന നിലയ്ക്കാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മണിക്കൂറുകൾ കൂട്ടാം. ഒരു ദിവസം പഠിക്കുന്ന ചാപ്റ്ററുകളുടെ എണ്ണം 1ൽ നിന്നും 2 ആക്കാം. കറണ്ട് അഫേഴ്സ് 5 പേജിൽ നിന്നും 10 പേജ് ആക്കാം. വൊക്കാബുലറി 10 എണ്ണത്തിൽ നിന്ന് 20 ആക്കാം. അത് നിങ്ങൾ അതിലേക്ക് വരട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം എന്താ, പഠിക്കാൻ മടിയാണ്. ആ മടി മാറ്റാനുള്ള സ്റ്റഡി പ്ലാനല്ലേ വേണ്ടേ? അത് മാറ്റാനുള്ള കിടിലൻ സ്റ്റഡി പ്ലാനാണ്. മറക്കണ്ട, നിങ്ങൾ ഫോളോ ചെയ്തോ. നിങ്ങൾക്ക് കൃത്യമായിട്ട് മാറ്റം ഉണ്ടാവും മക്കളെ. ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു, താഴെ ഒരു ഫോം ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ നിർദ്ദേശങ്ങളും കാണാം. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. സമയം ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോ ദിവസവും അങ്ങോട്ട് നിങ്ങൾ പഠിക്കാതെ പോകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ടൈറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസരം നഷ്ടപ്പെടുത്തി കളയണ്ട, നന്നായിട്ട് പഠിക്കുക. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്.